ഈ കത്തോലിക്ക സഭ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കാം. ഈശോ 12 സാധാരണക്കാരായ ആളുകളെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു. ഈശോയുടെ കൂട്ടത്തിൽ അവരെ കൊണ്ട് നടന്നു, കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ 12 ശിഷ്യന്മാർ മീൻപിടുത്തക്കാരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാ. അവരിങ്ങനെ ഈശോയെ നോക്കി, ഈശോയിൽ നിന്ന് കേട്ട് ഈശോയെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരുടെയും ഈ 12 പേരിൽ 12 പേരുടെയും യേശുവിനെ പറ്റിയുള്ള അനുഭവം, അതിനെ പറയുന്ന പേരാണ് ശിഷ്യന്മാരുടെ ക്രിസ്തു അനുഭവം. ഈ 12 പേർക്കും യേശുവിനെ കുറിച്ച് ലഭിച്ച അറിവ് അത് 12 രീതിയിലാണ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ. പക്ഷേ കാതലായ കാര്യങ്ങളിൽ 12 പേരുടെയും ക്രിസ്തു അനുഭവം ഐക്യരൂപമുള്ളതാണ്, ഒന്ന് തന്നെയാണ്. വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെയും ആ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അനുസരിച്ച് അവർ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ കാതലായ കാര്യങ്ങളിൽ ഐക്യവും വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തവുമായിട്ടുള്ള ക്രിസ്തുനുഭവം പേറിക്കൊണ്ടുള്ള 12 ശിഷ്യന്മാരാണ് ഈശോയുടെ കൽപ്പനയനുസരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്.